ഈ ഒരു എഫക്റ്റ് ഞാൻ എങ്ങനെ പിൻട്രസ്റ്റ് ഉപയോഗിച്ച് ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക, അതിൽ പ്ലസ് സൈനിൽ കൊളാജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ കോമിക് ബാക്ക്ഗ്രൗണ്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് സൂം ഇൻ ചെയ്ത് കൊടുക്കുക, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടാക്കി സെറ്റ് ചെയ്യുന്ന പോലെ. എന്നിട്ട് നിങ്ങളെ ഗാലറി പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇമേജസ് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇമേജ് സെലക്ട് ചെയ്തു, അതൊരു കട്ടൗട്ട് രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളത് കറക്റ്റ് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ തന്നെ കുറേ ഫോൺസും അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റിനുള്ള കളേഴ്സും അതുപോലെ തന്നെ അതിന് ചെറിയൊരു മോഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്ട്രാ എലമെൻറ്റ്സ് നിങ്ങൾക്ക് പിൻട്രസ്റ്റ് വഴി സെർച്ച് ചെയ്തിട്ട് അത് ഇതുപോലെ കട്ടൗട്ടായിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾക്കത് പ്ലേസ് ചെയ്ത് നിങ്ങളുടെ ഡിസൈൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഡിസൈനിങ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേലെയായിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ അത് ഡൗൺലോഡ് ചെയ്യണം എന്നില്ല ഉണ്ടാവും. ടൈം ലാപ്സ് ആയിട്ട്, അതല്ലെങ്കിൽ ഈ പേപ്പർ ക്രംപിൾ ഓപ്ഷന്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ടൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പിൻട്രസ്റ്റ് ഹാക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അടിപൊളി സ്റ്റോറീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കവർ ഇമേജസ് നിങ്ങളെ ഫീഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതുപോലത്തെ സിമ്പിൾ ഹാക്സിന് ഡു ഫോളോ സോഷ്യൽ വനിത.